ആദ്യം നമ്മൾ പോകുന്ന തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണ്. LDFന് അട്ടിമറി വിജയം എന്ന വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് 2 വാർഡുകൾ BJPയിൽ നിന്ന് LDF തിരിച്ചുപിടിച്ചു. കോർപ്പറേഷൻ വാർഡായ വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തുമാണ് അട്ടിമറി ജയമുണ്ടായത്. 23-ൽ 10 വീതം വാർഡുകൾ LDFും UDFും നേടി. 3ഇടത്ത് BJP വിജയിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യനും നവമി ദിനേശും ചേരുന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, അട്ടിമറി വിജയമാണ് LDF നേടിയത് എന്നറിയുന്നു. തിരുവനന്തപുരത്തെ കാര്യം എങ്ങനെയാണ് പൊതുചിത്രം? അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വലിയ നേട്ടം LDF സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് സീറ്റ് നില നേതൃത്വത്തിൽ നിന്ന് 10 ഉയർത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ആവേശം ആയി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമായി മാറുകയാണ് ഇപ്പോഴത്തെ ഈ തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരത്തെ 2 വാർഡുകളാണ് BJPയിൽ നിന്ന് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. ഒറ്റശേഖരമംഗലത്തും വെള്ളാറിലുമാണ് BJP വാർഡുകൾ തിരിച്ചുപിടിച്ചുകൊണ്ട് അട്ടിമറി വിജയം LDF നേടിയിരിക്കുന്നത്. എന്തായാലും വിജയാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് അല്പസമയത്തിനകം ഇടത് നേതാക്കളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടക്കാൻ പോവുകയാണ്. തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ആവേശം നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഈ വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തും നടന്നത്. അവിടെ അഭിമാന പോരാട്ടത്തിൽ BJPയെ അട്ടിമറിച്ചുകൊണ്ട് ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ ആഹ്ലാദങ്ങൾക്ക് വഴിവെക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്കും കൂടുതൽ ആവേശം തരുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് നിലവിൽ ഈ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശ് കൂടി ചേരുന്നു. നവമി, എറണാകുളത്തേക്ക് എത്തുമ്പോൾ എടവനക്കാടും നെടുമ്പാശ്ശേരിയും അവിടുത്തെ ഏത് രീതിയിലാണ് ഫലം വന്നിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, എറണാകുളം ജില്ലയിലെ 2 പഞ്ചായത്തുകളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിലൊന്ന് നെടുമ്പാശ്ശേരിയും മറ്റൊന്ന് എടവനക്കാടുമാണ്. ഇതിൽ നെടുമ്പാശ്ശേരിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ കുറച്ചു നാളുകളായി തന്നെ UDFന്റെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായായിരുന്നു പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള സാധ്യതയിലേക്കൊക്കെ നീങ്ങിയത്. എന്തായാലും അവിടെ ആ വാർഡ്, നെടുമ്പാശ്ശേരിയിലെ 14-ാം വാർഡ് ഇപ്പോൾ UDFിൽ നിന്നും LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. NS അർച്ചന 98 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി NS അർച്ചന വിജയിച്ചിരിക്കുന്നത്. 19 അംഗ ഭരണസമിതിയിൽ 9 LDF 9 UDF എന്നായിരുന്നു കക്ഷിനില. 14-ാം വാർഡ് LDF പിടിച്ചതോടെ 10-9 എന്ന നിലയിലേക്കായി കക്ഷിനില ഉയരുകയും പിന്നീട് LDFന്റെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെയാണ് ഇടവനക്കാടും LDFന്റെ സീറ്റായിരുന്നു. അത് UDF പിടിച്ചെടുത്തു. 11-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ശാന്തി മുരളിയാണ് 108 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത്. അശ്വതി. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.